കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ വരുമ്പോൾ ഓരോ സ്ഥലത്തെയും വ്യത്യസ്ത വഴിപാടുകളാണ്. നമ്മൾ ഇന്നലെ ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ പോയപ്പോൾ മുല്ലപ്പൂ വിൽക്കുന്ന ചേട്ടനെ കണ്ടു. അവിടെ മുല്ലപ്പൂവാണ് ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട്, മുല്ലപ്പൂ കൊടുക്കുക. അതുപോലെ ഗണപതിക്ക് എന്താണ് വഴിപാട്? തീർച്ചയായിട്ടും ഗണപതിക്ക് ഉണ്ണിയപ്പം തന്നെയാണ് വഴിപാട്. ഉണ്ണിയപ്പത്തോടൊപ്പം ഈ നാളികേരവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? നാളികേരം ഒരു ദിവസം എത്ര നാളികേരം പോകും ഇവിടെ? ശരാശരി തിരക്കുള്ള ദിവസം 4-5 ചാക്കോളം പോകും അല്ലേ? ഇവിടെ എങ്ങനെയാണ് നാളികേരത്തിന് വില? 15, 12, 10. ആലപ്പുഴയിൽ 20 രൂപയാണല്ലോ. ഇവിടെ ഇതിപ്പം ഇത് കറി വയ്ക്കാൻ പറ്റുന്ന നാളികേരം തന്നെയല്ലേ അല്ലേ? കറിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ? ഇതിപ്പം ഒരു ദിവസം ശരാശരി എണ്ണം എത്ര എണ്ണം പോകും? ഒരു 500 പോകുമോ? 500 പോവാം അല്ലേ? 500 പോകും അല്ലേ? ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാളികേരം ഉടയ്ക്കലും കറുകമാലയുമാണ്. കറുകമാലയുണ്ടോ ഇവിടെ? ഈ കറുകമാല ആ കാണുന്നതാണ് കേട്ടോ കറുകമാല. ഈ കറുകമാലയുടെ കറുകപ്പുല്ലൊക്കെ എവിടെ നിന്ന് എടുക്കുന്നത് ചേട്ടാ? ചേട്ടാ ഒന്ന് അടുത്ത് വരുമോ? ഓക്കെ വന്നോ ഓക്കെ കറുകപ്പുല്ലൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഓക്കെ കറുകപ്പുല്ല് എവിടെ നിന്നാണ് എടുക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് പറിച്ചോണ്ട്. ഈ ഒരു കറുകമാലയ്ക്ക് എത്ര രൂപ? 30 രൂപയാണ് അല്ലേ? ഇത് കെട്ടി തന്നെയാണോ വരുന്നത്? നിങ്ങൾ കെട്ടുന്നതാണോ? തയ്യാത്ത് ഇവിടെ കെട്ടുന്നുണ്ട്. എങ്ങനെയാ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാവേലിക്കരയില്? UDF സാധ്യതയുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യതയുണ്ട്, 15 വർഷമായിട്ട് അങ്ങനെ തന്നെയാണോ? ഒരു സാധ്യതയുണ്ട്. ഒരു ഒപ്പീനിയൻ അതാണ് പൊതുവെ. അദ്ദേഹം മണ്ഡലത്തിലേക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. ഗുഡ് മോർണിംഗ് ചേട്ടാ, നമസ്കാരം. ഓക്കെ, രാവിലെ അമ്പലത്തിലെത്തി തിരിച്ചു പോകുന്നവരാണ്. പക്ഷേ തിരക്ക് നല്ല കുറവാണ് അല്ലേ? എനിക്കൊന്ന് ഈ പരീക്ഷാ സീസൺ ആയതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. ഇനിയിപ്പോ തിരക്ക് വരുന്നത് ഈ വെക്കേഷൻ ആകുമ്പോൾ തിരക്ക് കൂടും അല്ലേ? വിഷു ആകുമ്പോഴും തിരക്ക് കൂടും. വിഷു ആകുമ്പോൾ തിരക്ക് കൂടും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കൊട്ടാരക്കര ടൗണിലേക്ക് ഒന്ന് പോകാം. അവിടെ ചൽ എന്താണ് അവൻ പിന്നിലേക്ക് പോകണ്ടല്ലോ. ചൽ അപ്പോൾ ഞാനും ജാക്കിയും അപ്പോൾ ഞങ്ങളെന്നാ പോകുന്നു. താങ്ക് യു. അപ്പോൾ നമസ്കാരം. ചൽ ആൾക്കാരെ കണ്ടാൽ നിന്ന് തുടങ്ങിയല്ലോ. ഹലോ, മോർണിംഗ്. സുഖമല്ലേ? സുഖം തന്നെ. സുഖം. ഇവിടെയാണോ? കൊട്ടാരക്കരയാണോ വീട്? കൊട്ടാരക്കര. സുഖമാണ്. രാവിലെ നടക്കാനിറങ്ങിയതാന്ന് തോന്നുന്നു. നടക്കാനിറങ്ങിയതാ. യോഗ എവിടെയാ ചെയ്യുന്നേ? ഇവിടെ കാര്യാലയത്തിലുണ്ട്. ഇവിടെ എങ്ങനെയാ മൊത്തത്തിൽ ഒരു സാധ്യത? തെരഞ്ഞെടുപ്പ് കൊടിക്കുന്നിൽ സാധ്യതയുണ്ട്. ഇവിടെ BJP സ്ഥാനാർത്ഥി വന്നില്ല. ബൈജു കലാശാല ഉണ്ട് അല്ലേ? ഇത് ബൈജു ശരിയാ, ഞാൻ മാറിപ്പോ. കാരണം ഈ കൊട്ടാരക്കര എപ്പോഴും ഈ കൊല്ലത്തിന്റെ ഓർമ്മയാ വരിക. പക്ഷേ ഇവിടെ ബൈജു കലാശാല ഉണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. ബൈജു കലാശാല എങ്ങനെയുണ്ട് പ്രകടനം? ജയിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നത്. ഏറ്റുമുട്ടുന്ന കൊടിക്കുന്നിലോടാണ്. ഒരു സംശയമില്ല, നമുക്കറിയാമല്ലോ, വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്ഥാനാർത്ഥിയല്ലേ കൊടിക്കുന്നിൽ എന്ന് പറയുന്നത്. നമ്മുടെ സിറ്റിംഗ് MP ആണല്ലോ. തീർച്ചയായും ഞങ്ങൾ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. ഈ ഒരു വിഷയം ചേട്ടനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടാ ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. BJPയുടെ നമ്മുടെ ടൗണിന്റെ ഏരിയ വൈസ് പ്രസിഡന്റ് ആണ്. ബൈജു കലാശാല മത്സരിക്കുന്നു. പക്ഷേ ബൈജു കലാശാല പണ്ട് UDF മത്സരിച്ചു എന്നുള്ളത് തിരിച്ചടിയാവോ? ഒരിക്കലും ഇല്ല. UDF-ലുള്ള എത്രയോ പേര് ഇപ്പം നമ്മുടെ BJP മത്സരിക്കുന്നു. പത്മജ പോലും നമ്മുടെ BJP ചോദിക്കട്ടെ? രഹസ്യം ചോദിക്കാൻ പാടില്ല, എന്തായാലും ചോദിക്കാം. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ചില ആലോചനകൾ നടക്കുന്നു. തീർച്ചയായിട്ടും ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ആരാന്ന് ഇപ്പൊ പറയണ്ടല്ലോ, നേതൃത്വം അതിനെ കുറിച്ച് പറയും. ആണോ? അതെ, നടക്കുന്നുണ്ടോ? സജീവമാണ്. തീർച്ചയായിട്ടും കൊല്ലത്ത് സ്ഥാനാർത്ഥി വരാൻ സാധ്യത നമുക്ക് പറയാനൊക്കത്തില്ല. UDF-ലുള്ള പലരും BJP-ലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും. അതപ്പോൾ ബൈജു കലാശാലയ്ക്ക് തിരിച്ചടിയല്ല. അപ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ MP എന്ന നിലയിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നത്? വളരെ മോശമാണ്. ആണോ? വളരെ മോശമാണ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ജയിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് പോകുന്നു, നാട്ടിൽ കാണത്തില്ല. പക്ഷേ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ഡിബേറ്റിലൊക്കെ പങ്കെടുത്തു. ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ നാട്ടിൽ വികസനമാകത്തില്ലല്ലോ. നാട്ടിൽ പക്ഷേ എല്ലാ ചടങ്ങുകൾക്ക് വരും. മരണത്തിനും ചാക്കാലയ്ക്കും കല്യാണത്തിനും ജനകീയനാണ്. ചാക്കാലയ്ക്കും കല്യാണത്തിനൊക്കെ ഉണ്ടാവും. പക്ഷേ ബൈജു കലാശാലയ്ക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്, സംശയമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നാണ് നമ്മളിപ്പോൾ ചേരുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. BJP സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ്. പലപ്പോഴും ഈ കൊട്ടാരക്കര നമ്മൾ കൊല്ലത്തിൻ്റെ പരിധിയിൽപ്പെടുത്തും. കാരണം തൊട്ടടുത്ത് കിടക്കുന്നത് കൊല്ലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇത് കഴിഞ്ഞാൽ കുണ്ട്ര കഴിഞ്ഞാൽ കൊല്ലം. പക്ഷേ കൊല്ലം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ല കൊട്ടാരക്കരയുള്ളത്. ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം മാവേലിക്കര മണ്ഡലത്തിലേക്ക് പോവുകയായിരുന്നു കൊട്ടാരക്കരയിലുള്ള MLA പ്രേക്ഷകർക്ക് അറിയാമല്ലോ അല്ലേ? KN ബാലഗോപാലാണ്, ധനമന്ത്രിയാണ് കൊട്ടാരക്കരയുടേത്. അപ്പോൾ കൊട്ടാരക്കരയിലെ രാഷ്ട്രീയം പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് സാധ്യതയുണ്ടെന്ന് ആളുകൾ പറയുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരും മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മത്സരം എന്തായാലും മാവേലിക്കരയിൽ ശക്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.